ചെനാബ് റെയിൽവേ പാലം ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിൽ ചെനാബ് നദിയുടെ മുകളിൽ 389 മീറ്റർ ഉയരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ പാലം ഉധംപൂർ, ശ്രീനഗർ, ബരാമുള്ള റെയിൽവേ ലിങ്ക് പദ്ധതിയുടെ ഭാഗമാണ്. 1300-ലധികം തൊഴിലാളികൾ, 300 എഞ്ചിനീയർമാർ ഇവർ ഈ അസാധ്യമായ ദൗത്യത്തിനായി രാപ്പകൽ ജോലി ചെയ്തു. ചെനാബ് പാലം വെറുമൊരു റെയിൽവേ പാലമല്ല, ഇത് കാശ്മീർ താഴ്വരെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഒരു ജീവനാഡിയാണ്. ശ്രീനഗർ ജമ്മു ദേശീയപാത മഞ്ഞുവീഴ്ചയിലും മണ്ണിടിച്ചിലും മൂലം പലപ്പോഴും അടഞ്ഞു കിടക്കാറുണ്ട്. എന്നാൽ ഈ പാലം എല്ലാ കാലാവസ്ഥയിലും റെയിൽവേ യാത്ര സാധ്യമാകുന്നു. ലോകത്തിന്റെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമായ ചെനാബ് റെയിൽവേ പാലത്തിന്റെ കഥ പറയാം. ഹിമാലയത്തിന്റെ ഹൃദയത്തിൽ 359 മീറ്റർ ഉയരത്തിൽ പാരീസിലെ ഈഫൽ ടവറിനേക്കാൾ 35 മീറ്റർ കൂടുതൽ തലയുയർത്തി നിൽക്കുന്ന ഈ പാലം ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് മികവിന്റെ ഏറ്റവും വലിയ അടയാളമായി കഴിഞ്ഞു. ഇത് വെറുമൊരു പാലമല്ല, ഇന്ത്യയുടെ അഭിമാന സ്തംഭമാണ്. ഒരു ജനതയുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കിയ എഞ്ചിനീയറിംഗ് മഹാകാവ്യം. 1315 മീറ്റർ നീളത്തിൽ ചെനാബ് നദിയുടെ ആഴമേറിയ ഒഴുക്കിന്റെ മുകളിൽ ഈ പാലം ഒരു സാങ്കേതിക വിസ്മയം മാത്രമായല്ല, ഒരു ജനതയുടെ ഐക്യത്തിന്റെയും വിനയത്തിന്റെയും അതിജീവനത്തിന്റെയും പ്രതീകമായാണ് നിലകൊള്ളുന്നത്. വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അഭിപ്രായങ്ങളും വിമർശനങ്ങളുമൊപ്പം നിങ്ങൾക്ക് പങ്കുവെക്കാവുന്നതാണ്. ചെനാബ് റെയിൽവേ പാലം ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിൽ ചെനാബ് നദിയുടെ മുകളിൽ 389 മീറ്റർ ഉയരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ പാലം ഉധംപൂർ, ശ്രീനഗർ, ബരാമുള്ള റെയിൽവേ ലിങ്ക് പദ്ധതിയുടെ ഭാഗമാണ്. ഇന്ത്യയുടെ വടക്കേറ്റത്തുള്ള കാശ്മീർ താഴ്വരയെ രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കാനുള്ള ഒരു മഹാസ്വപ്നം കൂടിയാണ് ഇത്. 1970കളുടെ അവസാനത്തിൽ ഇന്ത്യൻ റെയിൽവേ കാശ്മീരിനെ രാജ്യത്തിൻ്റെ റെയിൽവേ ശൃംഖലയുമായി ബന്ധിപ്പിക്കാനുള്ള ഒരു സ്വപ്നം കണ്ടു. എന്നാൽ ഹിമാലയത്തിൻ്റെ കുത്തനെയുള്ള മലനിരകളും ചെനാബ് നദിയുടെ ആഴമേറിയ കൊക്കകളും കഠിനമായ കാലാവസ്ഥയും ഈ സ്വപ്നത്തിന് മുന്നിൽ വലിയ വെല്ലുവിളിയായിരുന്നു. 1997 ഉധംപൂർ മുതൽ ശ്രീനഗർ വരെയുള്ള റെയിൽവേ ലൈനിൻ്റെ സാധ്യത പഠനം നടന്നു. പീർ പഞ്ചാൽ മലനിരകളിലൂടെ ഒട്ടനവധി തുരങ്കങ്ങളും പാലങ്ങളും നിർമ്മിക്കേണ്ടതുണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി കൂടിയായിരുന്നു ഇത്. ചെനാബ് നദിക്ക് മുകളിലൂടെ ഒരു പാലം നിർമ്മിക്കുക. 2002 ഈ പദ്ധതി ഒരു ദേശീയ പദ്ധതിയായി പ്രഖ്യാപിക്കപ്പെട്ടു. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷന് ഈ പാലത്തിൻ്റെ നിർമ്മാണ ചുമതല ലഭിച്ചു. 2004 നിർമ്മാണം ആരംഭിച്ചു. പക്ഷേ ഈ യാത്ര ഒരിക്കലും എളുപ്പമായിരുന്നില്ല. 1315 മീറ്റർ നീളമുള്ള ഈ പാലം 17 സ്പാനുകളോടുകൂടി 467 മീറ്റർ നീളമുള്ള ഒരു പ്രധാന ആർച്ച് ഘടനയാണ്. ഇതിൻ്റെ ഡെക്ക് നദിയുടെ അടിത്തട്ടിൽ നിന്ന് 389 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഈഫൽ ടവറിൻ്റെ 324 മീറ്റർ ഉയരത്തെ മറികടക്കുന്ന ഒരു അത്ഭുതം. ചെനാബ് പാലത്തിൻ്റെ നിർമ്മാണം ഒരു എഞ്ചിനീയറിംഗിൻ്റെ മഹാസാഹസികതയായിരുന്നു. ഹിമാലയത്തിൻ്റെ കുത്തനെയുള്ള മലനിരകൾ, ഭൂകമ്പസാധ്യതയുള്ള മേഖല കൂടിയാണിത്. -20 ഡിഗ്രി സെൽഷ്യസ് വരെ താഴ്ന്ന താപനില, 266 കിലോമീറ്റർ വേഗതയിൽ വരെ വീശുന്ന കാറ്റ്, ഇവയെല്ലാം എഞ്ചിനീയർമാരെ ഒരുപാട് പരീക്ഷിച്ചു. ഈ പ്രദേശം ഒരു ജിയോളജിക്കലായി തന്നെ വെല്ലുവിളി കൂടിയായിരുന്നു. പാറകൾ പൊട്ടിത്തെറിക്കുന്ന ഘടനയുള്ളവയായിരുന്നു. ഓരോ ചുവടും ഒരു പുതിയ പ്രശ്നം കൂടി ഉയർന്നു വന്നുകൊണ്ടിരുന്നു. അവിടെ ഒരു കർക്കശമായ ഡിസൈൻ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. ഖനന സമയത്ത് കണ്ടെത്തിയ ഡാറ്റ ഉപരിതല മാപ്പിങ്ങിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിരുന്നു. നിർമ്മാണ സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ 26 കിലോമീറ്റർ നീളമുള്ള ആക്സസ് റോഡുകളും 400 മീറ്റർ നീളമുള്ള ഒരു തുരങ്കവും നിർമ്മിക്കേണ്ടി വന്നു. 1300-ലധികം തൊഴിലാളികൾ, 300 എഞ്ചിനീയർമാർ ഇവർ ഈ അസാധ്യമായ ദൗത്യത്തിനായി രാപ്പകൽ ജോലി ചെയ്തു. പാലത്തിൻ്റെ ആർച്ച് 467 മീറ്റർ നീളത്തിൽ ലോകത്തിലെ ഏറ്റവും നീളമേറിയ റെയിൽവേ ആർച്ചുകളിലൊന്നാണ്. ഇതിൻ്റെ നിർമ്മാണത്തിന് 28,660 മെട്രിക് ടൺ ഉരുക്കും 66,000 ഘനമീറ്റർ കോൺക്രീറ്റും 10 ലക്ഷം ഘനമീറ്റർ മണ്ണിൻ്റെ ഘനവും ആവശ്യമായി വന്നു. 2 ഭീമൻ കേബിൾ ക്രെയിനുകൾ നദിയുടെ ഇരുവശങ്ങളിലുമായി സ്ഥാപിച്ച് 85 ടൺ ഭാരമുള്ള 93 ഡെക്ക് സെഗ്മെൻറ്റുകൾ ഉയർത്തി. ചെനാബ് പാലം വെറും ഒരു എഞ്ചിനീയറിംഗ് വിസ്മയം മാത്രമല്ല, ഒരു സാങ്കേതിക കലാസൃഷ്ടിയാണ്. ഈ പാലം 120 വർഷത്തെ ആയുസിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. 100 കിലോമീറ്റർ വേഗതയിൽ ട്രെയിനുകൾക്ക് കടന്നു പോകാൻ കഴിയും. 8 മാഗ്നിറ്റ്യൂഡ് വരെയുള്ള ഭൂകമ്പങ്ങളെയും 40 ടൺ TNT സ്ഫോടനത്തെയും അതിജീവിക്കാൻ കഴിയും. -20 ഡിഗ്രി തണുപ്പിനെയും 266 കിലോമീറ്റർ വേഗതയിലുള്ള കാറ്റിനെയും നേരിടാൻ ഈ പാലത്തിന് കഴിയും. ഇന്ത്യൻ, ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡുകൾ, അന്താരാഷ്ട്ര റെയിൽവേ യൂണിയൻ മാനദണ്ഡങ്ങൾ ഇവയെല്ലാം പാലിക്കുന്ന ഒരു ഡിസൈനാണ് ഇതിൻ്റേത്. ടെക്ല എന്ന അത്യാധുനിക സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ഘടനാപരമായ വിശദാംശങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. പാലത്തിൻ്റെ ആർച്ച് ഉരുക്കിൻ്റെയും കോൺക്രീറ്റിൻ്റെയും സംയോജനമാണ്. 10,619 മെട്രിക് ടൺ ഭാരമുള്ള ആർച്ച് കോൺക്രീറ്റ് നിറച്ച ഉരുക്കിൻ്റെ ബോക്സുകളാണ്. ഈ പാലത്തിൻ്റെ ഘടനകളെ ഒന്നിപ്പിക്കാൻ ഉപയോഗിച്ച 584 കിലോമീറ്റർ നീളമുള്ള വെൽഡിംഗ് ജമ്മു താവിയിൽ നിന്ന് ന്യൂഡൽഹിയിലേക്കുള്ള ദൂരത്തിന് തുല്യമാണ്. ചെനാബ് പാലം വെറുമൊരു റെയിൽവേ പാലമല്ല, ഇത് കാശ്മീർ താഴ്വരെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഒരു ജീവനാഡിയാണ്. ശ്രീനഗർ ജമ്മു ദേശീയപാത മഞ്ഞുവീഴ്ചയിലും മണ്ണിടിച്ചിലും മൂലം പലപ്പോഴും അടഞ്ഞു കിടക്കാറുണ്ട്. എന്നാൽ ഈ പാലം എല്ലാ കാലാവസ്ഥയിലും റെയിൽവേ യാത്ര സാധ്യമാകുന്നു. വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ ഈ പാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ശ്രീനഗർ കത്ര യാത്ര 6 മണിക്കൂർ എടുത്തിരുന്നത് ഇപ്പോൾ 3 മണിക്കൂറിൽ സാധ്യമാകും. കാശ്മീരിലെ ആപ്പിൾ കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ഡൽഹിയിലേക്ക് 2 ദിവസത്തിനുള്ളിൽ എത്തിക്കാൻ ഈ പാലം സഹായിക്കും. ഇത് പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കും. വിനോദസഞ്ചാരത്തിനും ഈ പാലം ഒരു വരദാനമാണ്.
2025 ജൂൺ 6 പ്രധാനമന്ത്രി ചെനാബ് റെയിൽവേ പാലം രാജ്യത്തിന് സമർപ്പിച്ചു. ഈ പാലം ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് മികവിൻ്റെ പ്രതീകമാണ്. IIT ഡൽഹി, IIT റൂർക്കി, IISc ബാംഗ്ലൂർ, DRDO തുടങ്ങി നിരവധി സ്ഥാപനങ്ങൾ ഈ പദ്ധതിയിൽ പങ്കാളികളായി. ചെനാബ് പാലം കാശ്മീരിൻ്റെ ഭാവിയാണ്. ഇത് വിനോദസഞ്ചാരത്തിൻ്റെ, വ്യാപാരത്തിൻ്റെ, ഐക്യത്തിൻ്റെ ഒരു പാലമാണ്. ഈ പാലം ഒരു പുതിയ തലമുറയ്ക്ക് പ്രചോദനമാണ്. സ്വപ്നങ്ങൾ എത്ര വലുതാണെങ്കിലും യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്നതിൻ്റെ പ്രതീകം. ചെനാബ് റെയിൽവേ പാലം ഒരു എഞ്ചിനീയറിംഗ് വിസ്മയം മാത്രമല്ല, ഇന്ത്യയുടെ ഹൃദയമിടിപ്പാണ്. ഈ പാലം ഒരു ജനതയുടെ സ്വപ്നങ്ങളെ, വെല്ലുവിളികളെ മറികടന്ന് യാഥാർത്ഥ്യമാക്കിയ കഥയാണ്. 359 മീറ്റർ ഉയരത്തിൽ ഈഫൽ ടവറിനെ മറികടന്ന് ഈ പാലം ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ ശക്തി പ്രഖ്യാപിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പാലത്തിൻ്റെ കഥ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ശക്തിയായി ജ്വലിച്ചു നിൽക്കട്ടെ. സ്വപ്നങ്ങൾ അത് എത്ര വലുതാണെങ്കിലും അവയെ പിന്തുടരാൻ ധൈര്യമുണ്ടെങ്കിൽ യാഥാർത്ഥ്യമാകും എന്ന ശക്തിയും ബോധവും നിങ്ങളിൽ ഉയരട്ടെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.